ഹായ് ഓൾ, സകിൽനാഥ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കാർത്തിക് ശങ്കറിൻ്റെ ഒരു വെബ് സീരീസാണ്. ഗുഡ് ബൈ ഗോസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിപ്പം ഒരു 4 എപ്പിസോഡായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. മെയ് 9 തോന്നുന്നത് അവർ കാർത്തിക് ശങ്കറിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഇറക്കിയത്. സോ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഹൊറർ കോമഡി ത്രില്ലർ വെബ് സീരീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാർത്തിക് ശങ്കറിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 1.something million വ്യൂസ് ഉണ്ട്. സോ നമുക്കത് കണ്ടു നോക്കാം. ലെറ്റ്സ് വാച്ച്. ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഇന്നത്തെ ഇൻട്രോ ഞാൻ പറയും. അതെ, പറയാൻ അറിയാത്തവർക്ക് അവസരം കൊടുക്കണം. പറ്റത്തില്ല, പറയാൻ അറിയുന്നവര് പറഞ്ഞാൽ മതി. നടങ്ങിയിരിക്കും, നമ്മൾ ഇവിടെ വിരുന്നിന് വന്നല്ല. നമ്മുടെ ഐഫോണിന്റെ പകുതി പൈസ എന്തിയാ ഞാൻ പറയും. കണക്ക് പറയുന്നൂടി. അങ്ങനെ കണക്ക് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. അങ്ങനെ കണക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ 1 മാസത്തെ മൂപ്പ് എനിക്കാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഇൻട്രോ പറയും. തടയിൽ തന്നെ പഠിപ്പിക്കാനായിട്ട്. ചാടിയാലോ? ചാടാ. ഹലോ ഗൈസ്, ഗുഡ് ബൈ ഗോസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൊച്ചു വീടിന് മുമ്പിൽ. അതെ, ആനക്കുഴി എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആനകൾ ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. പക്ഷെ ഈ വീട്ടിൽ ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അത് നമ്മളിത് പൊളിച്ചടുക്കും ഗൈസ്. ഇവിടെ പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ലെന്ന് നമ്മൾ തെളിയിക്കും. യെസ്, സൂക്ഷിച്ചൊക്കെ നമുക്ക് തട്ടി വീണ് കഴിഞ്ഞാൽ ചിലവന്മാർ വന്ന് കമന്റ് ചെയ്യും പ്രേതം തട്ടിയിട്ടാണ്. ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായി ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവിടെ പ്രേതം പോയിട്ട് ഒരു മാവണ്ടിയെ പോയിട്ടാണ്. ഇവിടെ പ്രേതം പോയിട്ട് ഒരു ഇവിടെ ഇരുട്ടല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലായി. ഞാൻ മേപ്പാടിനെ കൊണ്ടുവരാം. ഹായ് ഗൈസ്, ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഗൈസ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. എന്നാലും ഗുഡ് ബൈ. ചേട്ടാ ചേട്ടാ, മോനെ വിവേക എന്തായി? എല്ലാം സെറ്റ്. ഇന്ന് രാത്രി തന്നെ വീഡിയോ അപ്ലോഡ് ആണ്. അതെ, റിസൾട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവുമെന്ന് ചേട്ടാ പറഞ്ഞതിൽ പാതി വിലക്ക് ആ വീട് സ്ഥലം കിട്ടും. അത് പറയും. അത് മതി. ഞാൻ ഈ പ്രോപ്പർട്ടി കണ്ണുവച്ചിട്ട് കുറെ നാളായി. ഒരു മോഹവരെ പറഞ്ഞതാ. അപ്പൊ അവര് പറയാണ് ഇനിയും വസ്തുവിന് വില കൂടുന്നു. ഇനി എങ്ങനെ കൂടുന്നു എന്തെന്ന് കാണണല്ലോ. ചേട്ടാ, ഇതൊക്കെ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ചേട്ടാ, പ്രേതബാധയുള്ള വീടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും അങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ചേട്ടാ പറയുന്ന വിലക്ക് അവന്മാരെ തന്നിട്ട് പോയിക്കോളൂ. അല്ല ചേട്ടാ, നമ്മുടെ സെറ്റിൽമെന്റ് ഇത്ര എന്നോട് പറഞ്ഞോളൂ. അല്ലേട്ടാ, നമ്മൾ കഷ്ടപ്പെട്ട് സൗണ്ട് എഫക്റ്റ് ഒക്കെ ഇട്ടല്ലേ. ഈ കൂർക്കം വലിക്കുന്ന സൗണ്ടാണ്. എത്ര വലിയ സൗണ്ട് എഫക്റ്റ്. കൂർക്കം വലിക്കുന്നതിന് ഒരു കഷ്ടപ്പാടൊക്കെ ഇല്ലേ മോനെ വിവേകേ? എന്റെയൊക്കെ നാട്ടിലെ ഒരു കഷ്ടപ്പാടില്ലാത്തവന്മാര് തിന്നു കുടിച്ചും കിടക്കുമ്പോഴാണ് ഈ കൂർക്കം വലിക്കുന്ന സൗണ്ട് വരുന്നത്. ചേട്ടാ, എന്നാലും അല്ല, നിങ്ങളൊക്കെ വീടൊക്കെ എന്ന് പറഞ്ഞില്ലല്ലോ. എന്തിനാ വീട് വാങ്ങാൻ? അതല്ല, ഞാൻ ആ ഒഴുക്കി വരുമ്പോഴേ ഒന്ന് കയറി നോക്കാലോ. ഏത് അതിന്റെ ആവശ്യമില്ല, ബാങ്കുകാർ നോട്ട് വിട്ടിട്ടുണ്ട്. എത്തിക്കേ. അപ്പൊ ഞാൻ ബാങ്കിൽ ലേലത്തിൽ നോക്കിക്കോളാം. ഇങ്ങനെയുള്ള മരങ്ങൾ സുന്ദര കാലമാണെന്ന് പറയുന്നത്. പക്ഷെ എന്നോട് കിട്ടി. അപ്പൊ സുന്ദരൻ. എണീറ്റോ? ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഇന്നലെ പ്രേതത്തെ വെച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രേതത്തെ വെച്ചോ?
ഇത്രത്തോളം പ്രേതമൊന്നും ഇല്ലാന്ന് പറഞ്ഞല്ലേ വീഡിയോ ചെയ്തിരുന്നേ? അതെ, ഒരു വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടാലേ കുറച്ച് കാശ് തരാമെന്ന്. എന്റെ പൊന്നു മോനെ, നിനക്ക് വേറെ വല്ല നല്ല ജോലി നോക്കിക്കൂടെ? ഈ ജോലിക്ക് എന്താ കുഴപ്പം? ഗോസ്റ്റ് ഡീബഗിംഗ് യൂട്യൂബ് ചാനൽ ട്രെൻഡിങ്. ഈ ജോലിക്ക് എന്താ കുഴപ്പമില്ലാത്തത്? ഈ വീട് ബാങ്കിലാ. ബാക്കി പൈസ കൊടുക്കാത്തതിന് നിന്റെ അളിയൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയേക്കുക. ഇനി ആ പിള്ളേരെയും കൊണ്ടുവന്ന് ആക്കുന്നതിന് മുമ്പ് ആ ബാക്കി പൈസ കൊടുക്കണം. അതേ ജോലി മതിയോ? ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീധനമൊക്കെ വാങ്ങി കല്യാണം കഴിക്കുന്നവരൊക്കെ ആണെന്ന് വിളിക്കാൻ പറ്റും. ഡയറക്ക ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. 10 പൈസ അങ്ങനെ സ്ത്രീധനം ചോദിച്ചിട്ടില്ല. ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നോടൊപ്പം നമ്മുടെ അച്ഛനാ പറഞ്ഞത്, മോൻ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, പകുതി പൈസ ഞാൻ തരാമെന്ന്. ആ വാക്കും കേട്ട് അങ്ങേരെ എവിടെന്നൊക്കെയോ പൈസ ഉണ്ടാക്കി ബിസിനസ്സിൽ കൊണ്ടിട്ടു. ബാക്കി ഇടാറായപ്പോ നമ്മുടെ അച്ഛൻ അങ്ങ് പോയി. ഇനി ആ പൈസ കൊടുത്തില്ലെങ്കിലേ ഇട്ടതും പോകും. എനിക്കറിയാം ചേച്ചി, അതിനോട് വേണ്ടിയിട്ടല്ലേ ഞാൻ കഷ്ടപ്പെടുന്നേ. എന്ത് കഷ്ടപ്പാട്? ഇന്നലത്തെ പോലെ ആൾക്കാരെ പറ്റിക്കലാണോ കഷ്ടപ്പാട്? എന്നാൽ ഞാനും അച്ഛനെ പോലെ മന്ത്രവാദം എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കാം. എടാ മിണ്ടാതിരിക്കും, അച്ഛൻ്റെ ഇതിന് ആൾക്കാരും പറ്റിക്കുന്നേ ഇല്ലല്ലോ. എടാ ഈ കണ്ണാപ്പി കൊലത്തിൽ പിള്ളേരെ അടിച്ചാൽ കുടുംബം രക്ഷപ്പെടത്തില്ല. ചേച്ചി കണ്ണാപ്പി ഗെറ്റപ്പ് വിളിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. കേൾക്കുന്ന പാട്ട് സുഗമാദേവിയും പ്രാണസഖിയൊക്കെ തന്നെ. ഞാനത് പുറത്തേക്ക് പോവാം. സാറ് എങ്ങോട്ടാണാവും? എന്റെ ചാനലിൽ ഒരു കൊളാബ് വന്നിട്ടുണ്ട്. സോ എന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. നിന്റെ ചാനലിൽ ആരുമായിട്ട് കൊളാബ്? പ്രേതമായിട്ട് തന്നെ. എടാ ഈ ഗോസ്റ്റ് ഡീബഗിങ്ങിനെ പറ്റി ഞാൻ നല്ലൊരു സിനിമ കണ്ടു. ഒരു സിനിമയല്ല, കുറെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിന് തുടങ്ങാൻ കാത്തിരിക്കുക ഈ സിനിമാക്കാരെടുത്ത് സിനിമയാക്കാൻ. യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ നടത്തുന്ന കുട്ടി. അവന്റെ ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് കൊച്ചിയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വീട് സ്ഥലം. ഞാനത് വിൽക്കാനുള്ള പ്ലാനിലാണ്. പക്ഷേ ആ വീടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സംഗതി യൂഷ്വൽ പ്രേതം ഗോസ്റ്റ് തിങ്സ് ഒക്കെ തന്നെ. കുറച്ചു നാൾ ഞാനത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഒരാഴ്ച കൂടുതൽ അവിടെ ആരും തികച്ചു നിന്നിട്ടില്ല. ഞാനിപ്പോ ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രോപ്പർട്ടി വിറ്റേ പറ്റൂ. അതിനാണ് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടത്. നിങ്ങളൊരു 7 ദിവസം അവിടെ പോയി താമസിക്കണം. അവിടെ പ്രേതങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഓരോ ദിവസവും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടണം. ഇതാണ് എന്റെ ആവശ്യം. സംഗതി നമ്മൾ ചെയ്യാറുള്ള പരിപാടികളൊക്കെ തന്നെ. ബട്ട് ഇത്രയും ദിവസം ആദ്യമായിട്ടായിരിക്കും അല്ലേ? so many days. So amount കൂടും. എത്ര വേണം പറയാം? എത്ര പറയണം? ഒരാൾക്ക് 5000 വെച്ച് പറയാം. അത്രയും പറയണം. നിനക്ക് നിന്റെ ചേച്ചി വീട്, ഇവൾക്കാണെങ്കിൽ വീട് കെട്ടണം, എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിക്കണം. അപ്പൊ കിട്ടിയ പിടിവലി വലിച്ചു കയറണം. 5000 രൂപ എന്തോ എടുത്തിട്ട് വലിക്കാനാണ്. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു എമൗണ്ട് പറയാം. 10 ലക്ഷം. അതിൽ കൂടുതൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 7 ദിവസം അവിടെ നിന്ന് വീഡിയോ ഇടുക, 8ാമത്തെ ദിവസം പേയ്മെന്റ്. ഡീൽ? അതെങ്ങനെ ശരിയാവും? എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വാക്ക് മാറ്റിയാലോ? അങ്ങനെ ചെയ്താൽ അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ 8ാമത്തെ ദിവസം നിങ്ങളൊരു വീഡിയോ ഇട്ടും. പിന്നെ എനിക്കിതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതും കൂടി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡീൽ ഉറപ്പിക്കാം. എന്ത് കണ്ടീഷൻസ്? ഇങ്ങനെ ഒരു കാര്യത്തിനാണ് നിങ്ങൾ അവിടെ താമസിക്കുന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അവിടെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അതിൽ ഉത്തരവാദിയല്ല. നിങ്ങൾ അവിടെ താമസിക്കുന്നതിന് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റും ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ 7 ദിവസം താക്കോല് കയ്യിലുള്ള കള്ളന്മാരായിരിക്കും ഞങ്ങളവിടെ. എക്സാക്ട്ലി. അല്ല, അപ്പൊ ഈ അയൽവക്കത്തുള്ളവരൊക്കെ ചോദിച്ചാൽ എന്ത് പറയും? അവർക്ക് നിങ്ങൾ പുതിയ വാടകക്കാരായിരിക്കും. ബട്ട് റിമെമ്പർ, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റും ഇല്ല. അല്ല, ഈ ആധുനിക യുഗത്തിൽ എന്തിനൊക്കെയുള്ള കണ്ടീഷൻസ്? അവിടെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അതിന്റെ പുറകെ തൂങ്ങാൻ എനിക്ക് വയ്യ. അവിടെ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതാണ് വീടിന്റെ താക്കോല്. ഞാൻ പറഞ്ഞ ഡീൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ
7 ദിവസം ഒരു വീട്ടിൽ പോയി നിൽക്കുന്നതിന് 10 ലക്ഷം രൂപയോ? ഇതൊന്നും എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല. ഇത് വേണോ? ചേച്ചി ആദ്യം നെങ്കടിക്കാതെ. ഇനി പോകാതിരിക്കാനും പറ്റത്തൊന്നുമില്ല. വാക്ക് കൊടുത്തതാ. ഇത് അങ്ങനെ 7 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. 10 ലക്ഷം രൂപ കിട്ടും. എടാ, ഒന്നും കാണാതെ ആരെങ്കിലും ഇത്രയും രൂപ തരാമെന്ന് പറയോ? ആ വീട്ടിലെന്തെങ്കിലും പ്രശ്നം കാണും. ഇതുപോലെ പ്രശ്നങ്ങൾ എത്രയോ വീട്ടിൽ നമ്മളിന് മുന്നേ പോയിട്ടുണ്ട്. അന്നൊന്നും സംഭവിച്ചില്ലല്ലോ. ആകെയുള്ള വ്യത്യാസം ഇത്രയും ദിവസം പോയി നിൽക്കണം. അതിന് 10 ലക്ഷം രൂപയും കിട്ടത്തില്ലയോ? അതൊരു പക്ഷേ ഈ ആധുനിക യുഗത്തിൽ 10 ലക്ഷം രൂപയൊന്നും അവർക്കൊരു എമൗണ്ട് ആയിരിക്കത്തില്ല. മര്യാദക്ക് സംസാരിക്കടാ. അത് തന്നെ വെച്ച് ഈ 10 ലക്ഷം രൂപയൊന്നും അവർക്കൊരു എമൗണ്ട് ആയിരിക്കത്തില്ല. പിന്നെ ആ വീട് വെച്ചാൽ 10 ഇരട്ടി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവിടെ പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമുക്കിത് വേണ്ട. സൗണ്ട് കേട്ടപ്പോ പേടിച്ചു. എന്താ വെച്ചാൽ അവനെ തടയണ്ട, അവൻ പോയിട്ട് വരട്ടെ. അവൾ വിളിക്കുന്നവാ, അവൾ വിളിക്കുന്നവാ. വലത്തോട്ട് പിടിക്കുക. എന്റെ താക്കോൽ എടുത്തോട്ടല്ലേ? ഈ താക്കോൽ എടുത്തോട്ടെ. പക്ഷെ ഈ നടക്കുന്ന സാധനം വലത്തോട്ടല്ലേ? ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് എണ്ണിട്ട് പോകും. ഫേസ്ബുക്ക് നീ എന്ത് കാണിക്കുന്നേ? അല്ല, ഈ അടച്ചിട്ട പ്രേതവീട്ടിലേക്ക് കയറുമ്പോ ഇങ്ങനെ മാറാതെ മാറ്റി കയറുന്ന ഒരു പതിവാണല്ലോ. അയ്യേ ചളി ചളി പോടാ. അവനെ കളിയാക്കൊന്നും വേണ്ട. ഇത്ര നാൾ അടച്ചിട്ട വീടാന്ന് പറയത്തേ ഇല്ല. ഒരു പൊട്ടി പോലും ഇല്ലല്ലേ? അത് ശരിയാ. കമോൺ, നമുക്ക് നമ്മുടെ ടാസ്ക് തുടങ്ങാം. ഹലോ ഗൈസ്, ഗുഡ് ബൈ ഗോസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എറണാകുളത്തെ ആലം എന്ന സ്ഥലത്തെ ഒരു പ്രേത ബംഗ്ലാവിലാണ്. വീഡിയോ എന്തായി? അപ്ലോഡ് ചെയ്യാൻ ഇട്ടേക്കുക. പക്ഷെ നെറ്റ് ഭയങ്കര ശോകമാണേ. ഞാനിപ്പോ വീട്ടിലോട്ട് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എടാ, വീഡിയോ കോൾ ചെയ്യുന്ന പോലെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. ആ, ഞങ്ങൾ അടിക്കുമ്പോഴേക്ക് ശരിയാവും. എന്നാലും കുറച്ച് അഡ്വാൻസ് വാങ്ങേണ്ടതായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരെ നമ്മളെ പറ്റിക്കാനൊന്നും പോകുന്നില്ല. പറ്റിച്ച അവർക്ക് നല്ല 8ന്റെ പണി കിട്ടുമെന്ന് അറിയാം. അതല്ലെന്നേ, എന്റെ വീട്ടുകാർക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ആ ശരിയാ. എന്റെ വീട്ടിൽ എനിക്ക് വട്ടായെന്നാ പറയുന്നത്. 7 ദിവസം കഴിയുമ്പോ അറിയാലോ ആർക്കാ വട്ടെന്ന്. എന്നാലും കുറച്ച് അഡ്വാൻസ് വാങ്ങേണ്ടതായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരെ നമ്മളെ പറ്റിക്കാനൊന്നും പോകുന്നില്ല. പറ്റിച്ച അവർക്ക് നല്ല 8ന്റെ പണി കിട്ടുമെന്ന് അറിയാം. അതല്ലെന്നേ, എന്റെ വീട്ടുകാർക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ആ അത് ശരിയാ. എന്റെ വീട്ടിൽ എനിക്ക് വട്ടായെന്നാ പറയുന്നത്. 7 ദിവസം കഴിയുമ്പോ അറിയാലോ ഇതന്നെയല്ലേ നമ്മൾ നേരത്തെ സംസാരിച്ചു. ദേജാവു ദേജാവു. എന്നാലും കുറച്ച് അഡ്വാൻസ് വാങ്ങേണ്ടതായിരുന്നു. എന്തിനാടാ? അന്ന് നമ്മളെ പറ്റിക്കാനൊന്നും പോണില്ല. പറ്റിച്ച നല്ല പണി കിട്ടുമെന്ന് അവർക്ക് അറിയാം. അതല്ലെന്നേ, എന്റെ വീട്ടുകാർക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ആ അത് ശരിയാ. എന്റെ വീട്ടിൽ എനിക്ക് വട്ടായെന്നാ പറയുന്നത്. 7 ദിവസം കഴിയുമ്പോ ആർക്കാ വട്ടെന്ന് അറിയാലോ. എന്തു ഇത്? ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വരാം. കപ്പാസിറ്റി ഇല്ലാത്തവരോട് കഴിക്കാൻ വന്നാൽ ഭംഗിയായിരുന്നു. പറഞ്ഞാൽ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക. ഇതെന്താ പുട്ടു കിട്ടിയോ? ബിരിയാണി ചെമ്പ്.
എനിക്ക് നിന്നോട് ഞാനവിടെ സൗണ്ട് കേട്ട് നോക്കിയപ്പോ ഇവിടെയൊന്നും ആരുമില്ലല്ലോ. അവിടെ മുടി തന്നെ വീടാണോ? എനിക്ക് അറിഞ്ഞൂടാ. സൗണ്ട് കേട്ട് നോക്കിയപ്പോ കിടക്കുന്നു. എടാ നമ്മളിനി എന്ത് ചെയ്യും? പോലീസിനെ വിളിച്ചാലോ? പിന്നല്ലാതെ വിളിക്ക്. നമ്മൾ പോലീസിനോട് എന്താ പറയും? നമ്മളോട് നിൽക്കുന്ന എന്തിനാന്ന് പറയും? അല്ല നമ്മള് വീഡിയോ എടുക്കാൻ. എടാ നമ്മളിവിടെ വീഡിയോ എടുക്കാനാണ് നിൽക്കുന്നതെന്ന് പുറത്ത് പറയുമെന്ന് അവര് പറഞ്ഞിട്ടില്ലയോ? നമുക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഉത്തരവാദിത്തം എടുക്കൂ. നമ്മളിവിടെ താമസിക്കുന്നതിന് എന്തെങ്കിലും രേഖയുണ്ടോ? അടഞ്ഞടക്കുന്ന വീട് കുത്തി തുറന്ന് കൊലപാതകം നടത്തി അങ്ങനല്ലേ വരും? അയ്യോ നമ്മൾ എന്ത് ചെയ്യും? ഈ കൊച്ചേതാ? ഇവളെങ്ങനെ ഇവിടെ വന്നേ? അതൊന്നും അല്ലേ ഇപ്പൊ അന്വേഷിക്കേണ്ടത്. ഈ ബോഡി എന്ത് ചെയ്യും? അതായി ആലോചിക്കേണ്ടത്. എടാ, ഒന്നും കാണാതെ ആർക്ക് എത്ര രൂപ തരാമെന്ന് പറയോ? 10 ലക്ഷം. അവിടെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. അവിടെ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എണീറ്റ് എണീക്കണം. സീനൊന്നും ഉണ്ടാകത്തില്ലായിരിക്കില്ലേ? എന്താ സീൻ? അല്ല പെമ്പച്ചനെ കാര്യം. പെങ്കൊച്ചിന്റെ കാര്യം? ഏത് പെങ്കൊച്ചിന്റെ? കുളിച്ചിട്ടില്ലേ ആ പെമ്പച്ചൻ? കുഴിച്ചിട്ടെന്നോ? എന്തൊക്കെയാ പറയുന്നേ? എന്താണ് എന്താ നീ നോക്കുന്നേ? അപ്പോൾ അതായിരുന്നു ഗുഡ് ബൈ ഗോസ്റ്റ് എപ്പിസോഡ് 1. നല്ല ത്രില്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാർത്തിക് ശങ്കർ, എസ്പെഷ്യലി കാർത്തിക് ശങ്കറിന്റെ ആക്ടിങ്, അത് എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ഒരു രക്ഷയില്ല പുള്ളിയുടെ ആക്ടിങ്. ആൻഡ് റൈറ്റർ ആൻഡ് ഡയറക്ടർ, ഇത് രണ്ട് കാർത്തിക് ശങ്കറാണ്. നല്ല എൻഗേജിങ് ആയി വരുമായിരുന്നു കൂടുതലും.
നമ്മുടെ വീഡിയോയുടെ കാര്യം വിട്ട് നിൽക്കുകയായിരുന്നു. കാരണം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കൂടുതൽ അതിനകത്തോട്ട് ശ്രദ്ധയും പോയി നന്നായിട്ട്. സോ വളരെ മനോഹരമായിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത്. എന്തായാലും രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി എന്താ വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.